ഡോക്ടർ എം ബി മണിയാണ് വിളിക്കുന്നത്. ശ്രീ എം ബി മണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ നടക്കുന്ന പ്രവണത, ഒരു ഭാഗത്ത് VC നിന്നതുകൊണ്ട് അവർ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുന്നു, മറുഭാഗത്ത് വിദ്യാർത്ഥി സംഘടനകളും ക്യാമ്പസിലെ തന്നെ സർവകലാശാലയിലെ തന്നെ മറ്റ് യൂണിയനുകളും ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥ, ആകെക്കൂടി കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം. ഇങ്ങനെയാണോ സർവകലാശാലകളെ കൊണ്ടുപോകേണ്ടത്? ഇവിടെ അടിസ്ഥാനപരമായി പ്രശ്നം രണ്ടാണ്. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം കളിക്കുന്ന കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ഈ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന ഗുണ്ടായിസം വരെ കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ ഇപ്പോഴുള്ളത്. രണ്ട്, സർവകലാശാല എന്ന് പറയുന്നത് കുറെ കുട്ടികൾക്ക് ബിരുദം കൊടുക്കാനുള്ള ഒരു സ്ഥാപനം മാത്രമല്ല, രാജ്യ പുരോഗതിക്കും ജനക്ഷേമത്തിനും ഉപകാരപ്രദമായ ഗവേഷണങ്ങൾ നടത്തി പുതിയ അറിവുകൾ കണ്ടെത്താനുള്ള സ്ഥാപനമാണ് ഇത് സർവകലാശാല. നമ്മുടെ നാട്ടിലെ സർവകലാശാലകള് പരീക്ഷ എഴുതാത്തവർക്ക് പോലും ബിരുദം കൊടുക്കുന്നതാണ് കേൾക്കുന്നത്. ഈ ഉള്ള ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും ഡോക്ടറേറ്റ് ഉള്ളവരും PSC കോച്ചിങ് സെന്ററിൽ പോകുന്ന ഗതികേടാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തീരെ താഴ്ന്നു പോയിരിക്കുന്നു, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലടക്കം. ഞാൻ ഒരു പുതിയ വൈദ്യശാസ്ത്ര സിദ്ധാന്തം 2001 മഹാത്മാഗാന്ധി സർവകലാശാല അവതരിപ്പിച്ച വ്യക്തിയാണ്. നോബൽ പ്രൈസിന്റെ സാധ്യതയിലെ പ്രൊഫസർമാർ പറഞ്ഞത് അട്ടിമറിച്ച് കൈ തന്നു യൂണിവേഴ്സിറ്റി. നമ്മുടെ സർവകലാപശാലകളായി മാറിയിരിക്കുന്നു. ഇത് തിരുത്തുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ഇങ്ങനെ പൊക്കോട്ടയിൽ വയ്ക്കുക നല്ലത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ തന്നെ കമൻറ്റാണ് ഞാൻ എടുത്തപ്പോൾ ആദ്യം വന്നത്. ഡോക്ടർ എം ബി മണിയുടെ കമൻറ്റ്: സർവകലാശാലകൾ ബിരുദദാനത്തിന് മാത്രമല്ല പുതിയ അറിവുകൾ കണ്ടെത്തുന്നതിനും കൂടിയായിരിക്കണം. എന്നാൽ നമ്മുടെ സർവകലാശാലകൾ നാഥനില്ലാത്ത കളരികളായി മാറുകയാണ്. വളരെ ഇതാണ്, സർവകലാശാലകൾ കേവലം ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ട ഇടങ്ങൾ മാത്രമല്ല, ലോകത്തിന് പുതിയ അറിവുകൾ, ലോകത്തെ എങ്ങനെ പുതിയ രീതിയിലേക്ക് വളർത്തണമെന്ന് തീരുമാനിക്കണം. അത് ശാസ്ത്രമായാലും സാങ്കേതികവിദ്യയായാലും രാഷ്ട്രീയമായാലും മറ്റെന്ത് വിഷയമായാലും ആ വിഷയത്തിലെല്ലാം ലോകത്തെ മാറ്റങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞ് ആ മാറ്റങ്ങളിലേക്ക് ലോകത്തെ നയിക്കാൻ പറ്റുന്ന ഒരു തലമുറയെ വളർത്തേണ്ടതാണ് സർവകലാശാലകൾ. അത്തരത്തിൽ വേണം നമ്മുടെ സർവകലാശാലകൾ അടിസ്ഥാനപരമായി വളരേണ്ടത്. സുനിൽകുമാർ പറയുന്നു, SFIക്ക് ശവമഞ്ചവും ശവക്കുഴി തോണ്ടുന്ന പണിയുമാണ് ചേരുന്നത്. കുറച്ചൊക്കെ സംസ്കാരം നല്ലതാണ്. ആശയപരമായ വിയോജിപ്പ് വ്യക്തിഹത്യ വഴിയല്ല തീർക്കേണ്ടത് എന്ന് പറയുന്നു. ഒരു പ്രതീകാത്മകമായ ശവമഞ്ചമോ അല്ലെങ്കിൽ ശവസംസ്കാരം നടത്തി എന്ന് കരുതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരാളെ നേരിട്ട് ശാരീരികമായി ഒരാളെ ആക്രമിക്കരുത്. അത് ഒരു കാരണവശാലും ശരിയല്ല. ശാരീരികമല്ലാതെ പ്രതീകാത്മകമായി ഏതുതരം സമരം ചെയ്യുന്നതും ഏതെങ്കിലും ഒരാളെ ആ തരത്തിൽ അവമാനിക്കലായി കരുതേണ്ട കാര്യമുള്ളതല്ല. അത് ഒരു അധികാര സ്ഥാനത്തിനെതിരെ ഉള്ളതാണ്. പിന്നെ സമരത്തിൻ്റെ ആവശ്യം ശരിയാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് മറ്റ് ചോദ്യങ്ങളാണ്. ആരെയാണോ വിലക്കുന്നത് അവർ വളർന്ന ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് രഘുനന്ദനൻ തിരുവില്ലാമൂരം പറയുന്നു. ജയൻ ചേട്ടൻ നമസ്കാരം, 2 മിനിറ്റ് വേണം ഒരു കമൻറ്റ് കഴിഞ്ഞ് അടുത്ത പോസ്റ്റ് ചെയ്യാൻ എന്ന് സുൽകുമാർ പറയുന്നു. ഭരണം പോയപ്പോൾ ഗുണ്ടായിസം പണിയാക്കി മാറ്റി സംസ്കാര ശൂന്യരെന്നാണ് സുൽകുമാർ പറയുന്നത്. മോൻസാക്ക് പറയുന്നു, കിരൺ, ഈ ഗവർണറും VCമാരും ഓപ്പണായി രാഷ്ട്രീയം കളിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചുമ്മാതെ ഇരിക്കണോ എന്ന് ചോദിക്കുന്നു. നന്ദകുമാർ പറയുന്നു, ഇന്ത്യയിൽ എവിടെയും കാണാത്ത തരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് SFI കാണിക്കുന്നത്. ഇതാണോ നമ്പർ 1 പ്രബുദ്ധ കേരളമെന്ന് നന്ദകുമാർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.